നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ലഹരിക്ക് പിന്നാലെ പായുന്നത് നമ്മൾ കാണാറുണ്ട്. അത് പലതരത്തിലുള്ള ആഘോഷങ്ങൾ, പലതരത്തിലുള്ള പാർട്ടികളൊക്കെ നടക്കുന്നു. ഇടുക്കി ശാന്തമ്പാറയിൽ ഒരു റിസോർട്ടിൽ നിന്നുള്ളതാണ് അടുത്ത സംഭവം. 12 പേർ കൊച്ചിയിൽ നിന്ന് പോയതാണ്. അവരിൽ നിന്ന് പിടികൂടിയത് ഏതാണ്ട് 1.5 ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കൾ. പിടിയിലായത് 12 യുവാക്കളാണ്. ഇടുക്കി ബൈസൺ വാലി, അവിടെ ഗ്യാപ് റോഡിന് സമീപത്ത് ഒരു സ്വകാര്യ റിസോർട്ടുണ്ട്. അവിടെയാണ് ഈ സംഭവം. ഏതാണ്ട് 50,000 രൂപയിലധികം മൂല്യമുള്ള ലഹരി വസ്തുക്കൾ ഈ യുവാക്കളുടെ കയ്യിൽ നിന്ന് പിടികൂടുന്നു. എന്തൊക്കെയായിരുന്നു അവ? കഞ്ചാവുണ്ട്, ഹാഷിഷ് ഓയിലുണ്ട്, LSD സ്റ്റാമ്പുണ്ട്. 12 യുവാക്കളെയാണ് ശാന്തൻപാറ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ റിസോർട്ടിലെത്തിയത് ലഹരി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് പോലീസ് കരുതുന്നത്. ഇവർ 12 പേരും എറണാകുളം വൈപ്പിൻ സ്വദേശികളാണ്. സയോൺ, ആദിത്യൻ, അതുൽ, വിഷ്ണു, അലറ്റ്, ഹാരിസ, എമിൽസൺ, അമൽ, സിൻഡോ, സാവിയോ, സൂരജ്, അശ്വിൻ എന്നിങ്ങനെ 12 പേർ. ചൊവ്വാഴ്ചയാണ് ഇവർ റിസോർട്ടിൽ എത്തിച്ചേരുന്നത്. റിസോർട്ടിൽ എത്തിയ ഇവരുടെ കയ്യിൽ എത്രമാത്രം അളവിൽ ലഹരി ഉണ്ടായിരുന്നുവെന്നോ? 10 ഗ്രാം കഞ്ചാവ്, 10 മില്ലിഗ്രാം ഹാഷിഷ് ഓയിൽ, 10 LSD സ്റ്റാമ്പുകൾ. ഇതൊക്കെയാണ് പോലീസ് പിടിച്ചെടുത്തത്. എറണാകുളത്തു നിന്നാണ് ഈ ലഹരി വസ്തുക്കൾ ഇടുക്കിയിലെ ഈ റിസോർട്ടിലേക്ക് ഇവർ കൊണ്ടുവന്നതെന്ന് പോലീസ് പറയുന്നു. ഒരു രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ കുറേയേറെ യുവാക്കൾ കൊച്ചിയിൽ നിന്ന് ലഹരി വസ്തുക്കളുമായി ഒരു ലഹരി പാർട്ടി തന്നെ നടത്താനായി അവിടെ എത്തിയിട്ടുണ്ട് എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആ റിസോർട്ടിൽ നിന്ന് ഇത്രമാത്രം ലഹരി വസ്തുക്കളും ഈ 12 യുവാക്കളെയും പോലീസ് പിടികൂടുന്നത്. ശാന്തമ്പാറ CIS ശരലാൽ നേതൃത്വത്തിലുള്ള സംഘം അവരെ പിടികൂടി പ്രതികളെ ജാമ്യത്തിൽ വിട്ടയച്ചു. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ, യുവാക്കൾ ഇത്തരത്തിൽ കൂട്ടുകൂടി പോകുമ്പോൾ അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് രഹസ്യമായെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ലഹരിയുടെ വല അത് വലുതാണ്. അതിൽ അവർ വീണു പോകാതിരിക്കട്ടെ.